الحمد لله نعمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وإن خير الهدي هدي محمد صلى الله عليه وسلم وإن خير الدين دين محمد صلى الله عليه وسلم وإن خير الأمة أمة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد من رضي بالله ربا وبالإسلام دينا وبمحمد نبيا وجبت له الجنة صدق رسول الله الكريم. ആദരണീയരായ അധ്യക്ഷനവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ ആലിമീങ്ങളെ, നേതാക്കളെ, മറ്റു സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സലാമിന്റെ വോൾട്ടേജ് വളരെ മെല്ലെ. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് മാനസികമായി എന്നറിയാൻ സലാമിന്റെ വോൾട്ടേജ് ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടി രണ്ടാമതൊരു സലാം പറയാം. അസ്സലാമു അലൈക്കും. മറുപടി പ്രസംഗത്തിലെ ഒന്നാമത്തെ പരാമർശം 2 സലാം പറഞ്ഞതായിരിക്കും. ഏതായാലും ആവട്ടെ, ഇവിടെ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആലിമീങ്ങള് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് ഹദീസുള്ളതാണ്. പക്ഷേ അത് അൽ ഉലമാ ആണ് എന്ന വിവരം നമുക്കുണ്ടാവണം എന്നാണ് ആദ്യമായി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ നടന്ന പ്രസംഗത്തിൽ കിട്ടിയ വിവരമനുസരിച്ച് അതിൽ അല്ലിന്റെ കുറവുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ആമുഖമായി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കേരളത്തിലെത്തുകയും അങ്ങനെ യഥാർത്ഥ ഇസ്ലാം ഇവിടെ തുടർന്നു വരികയും ചെയ്തു. കാലഘട്ടം വളരെ മുന്നോട്ട് പോയി. യഥാർത്ഥമായ ഇസ്ലാം സഹാബാക്കളിൽ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ പകർത്തിയിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ ബിദഈ പ്രസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുവാനും ബിദഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുമായുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടന ഇവിടെ നിലവിൽ വന്നു. ഇപ്പോൾ വിശാലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 2 ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, യഥാർത്ഥ ഇസ്ലാം എന്താണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് എന്ന് ജനങ്ങളെ നിരന്തരമായി ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായി പുത്തൻ പ്രസ്ഥാനങ്ങളെ, ബിദഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുക എന്നായിരുന്നു 2 പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന്റെ കർമ്മരംഗത്ത് വളരെ ധീരമായി തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു വന്നു എന്ന് സമസ്തയുടെ ചരിത്രമറിയാവുന്ന നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ തുടർന്ന് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ ബോർഡും സുന്നി യുവജന സംഘവും അതുപോലെ തന്നെ ജമിയത്തുൽ മുഅല്ലിമീനും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും ഒക്കെ തന്നെ സാന്ദർഭികമായി സമസ്തയുടെ ആശീർവാദത്തോടുകൂടി കേരളത്തിലെ മണ്ണിൽ വളർന്നു വന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ക്രമേണാലെ പണ്ഡിതന്മാർ രാഷ്ട്രീയക്കാരന്റെ
നുകത്തിന് താഴെ വരുന്ന ഒരു പ്രവണത ദർശിച്ചു തുടങ്ങി. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ആരെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കും, ആരെയും വില കൊടുത്തു വാങ്ങുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ഒരുപക്ഷേ നമുക്കെതിരെ അരിവാളെന്ന ആരോപണം ചില ആളുകളൊക്കെ, മന്ത്രിമാരും എല്ലാവരും ഒക്കെ പറയാവുന്ന ഒരു പദപ്രയോഗം ഇവിടെയും നടത്തിയെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലയെ ചുവക്കാൻ അനുവദിക്കില്ല. പറഞ്ഞേട്ടാ തോന്നുന്നു ഇത് ഇയാളെ കയ്യിലാണ്. വാസ്തവത്തെ മലപ്പുറം ജില്ലയില് ചുവപ്പിന് വല്ല നേട്ടമുണ്ടാകുന്നവെങ്കിൽ അതിന്റെ സർവ്വ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ് എന്നുള്ള വിവരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂട്ടുകൊത്തിയ ചരിത്രം മാത്രമല്ലേയുള്ളൂ എന്ന് വിനീതമായി ഞാൻ ചോദിക്കുന്നു. ഇതിന് ഉത്തരവാദി ആരാണ്? ഭ്രാന്തും ഇരുട്ടും മാറ്റിവെച്ച യാഥാർത്ഥ്യത്തിന് നേരെ യഥാർത്ഥമായി അംഗീകരിക്കാൻ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടായാൽ നന്ദി എന്ന് മാത്രമാണ് വളരെ വിനീതമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിവിടെ തെറിപ്രസംഗത്തിന് വന്നതല്ലേ. ഏതൊരു പ്രസ്ഥാനത്തിനും പറയാനുണ്ടാവേണ്ടത് ഞങ്ങളുണ്ടാക്കിയ നേട്ടം എന്താണ് എന്നാണ്. നേട്ടമെന്നുണ്ടാക്കിയെന്ന് പറയൂ. അതാണ് ഏതൊരു പ്രസ്ഥാനവും എണ്ണിപ്പറയേണ്ടത്. ഇവിടെ നടന്ന പരിപാടിയിൽ നിങ്ങളുണ്ടാക്കിയ നേട്ടമാണോ നിങ്ങൾ പറഞ്ഞത്, അതല്ല ഒന്നാം തരം രാഷ്ട്രീയ തെറിപ്രസംഗമായിരുന്നു എന്നുള്ള കാര്യം പുനരവലോകനം നടത്തുന്നത് നല്ലതാണ് എന്ന് വിനീതമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സമസ്ത പണ്ഡിതന്മാരിൽ ചിലർ രാഷ്ട്രീയക്കാരന് കീഴടങ്ങി നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവിടെയാണ് സമസ്തരുണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ആയതല്ല. ഒരു രാഷ്ട്രീയക്കാരന് എന്നും ശിങ്കിടി പാടുന്ന ഒരവസ്ഥ സമസ്തയിലുള്ള ചില പണ്ഡിതന്മാർക്ക് വന്നപ്പോൾ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചുരുങ്ങിയ പണ്ഡിതന്മാർക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ അവകാശപ്പെട്ടത് എന്താണ്? ഞങ്ങളുടെ കൂടെയാണ് 35ഓളം ആളുകൾ തന്നെ പറഞ്ഞത്. പക്ഷേ 35ന്റെ കരുത്ത് എന്തേ കേരളത്തിൽ കാണാത്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് കാണുന്നില്ല. യഥാർത്ഥമായ വളർച്ച എന്താണ്, വികസനം എന്താണ് എന്ന് ബുദ്ധിയുള്ളവരാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ നിങ്ങൾക്കങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രാഷ്ട്രീയ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രധാന തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ സത്യം അംഗീകരിക്കാൻ ഇവറ്റകൾക്ക് മടിയാണ്. പലപ്പോഴും നോക്കൂ, നിങ്ങൾ മഞ്ചേരിയിൽ മുമ്പൊക്കെ പ്രസംഗിച്ചു നടന്നിരുന്നത് എന്തായിരുന്നു? അവിടെ എങ്ങാനും ഒരു മുരുക്കിന്തറി നാട്ടിയാലും ജയിക്കുമെന്നായിരുന്നു. മഞ്ചേരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ പരാജയമുണ്ടായിട്ട് എന്നിട്ടും മുൻപ് അവസാനിച്ചില്ല. ഞങ്ങൾ ആരുമല്ല. ദുബായിൽ നിന്നോ മറ്റോ പ്രസ്താവനയുണ്ടായി, കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് വേണ്ട എന്ന്. മർക്കസിൽ വന്ന് വോട്ട് യാചിക്കുന്നവർക്ക് കൊടുക്കാൻ തന്നെ നിങ്ങളുടെ കയ്യിൽ വോട്ട് തികച്ചില്ല, എന്നിട്ടല്ലേ വേണ്ട എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്നത്. ലോകത്താരെങ്കിലും വോട്ട് വേണ്ട എന്ന് പ്രസംഗിക്കാറുണ്ടോ? അതിന് എന്തെങ്കിലും ഒരു ബുദ്ധി വേണ്ട. ലോകത്ത് മത്സരിക്കുന്നവരാരും തന്നെ പൊതുവിൽ വോട്ട് വേണ്ട എന്ന് പറയാറില്ലേ? രാഷ്ട്രീയക്കാരന്റെ പൊതുനയം കാര്യം നേടാൻ കഴുതയുടെ ഈ കാല് പിടിക്കുക എന്നതാണ്. സത്യം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെ വന്നു. പെരുന്നാളിന്റെ കാര്യത്തിൽ പോലും ഇവിടെ എന്തുണ്ടായി? ഇങ്ങനെ കേരളത്തിലെ സമുദായ രാഷ്ട്രീയത്തിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന മുജാഹിദ് വളർന്നപ്പോൾ ഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഉൾക്കൊള്ളുന്ന സമുദായ പാർട്ടിയിലൂടെ ന്യൂനപക്ഷമായിരിക്കുന്ന മുജാഹിദ് വളർന്ന് വന്നപ്പോൾ
ഇതിന് തടയിടേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് സമസ്തയിലെ അനുഗ്രഹീതമായ വഴിത്തിരിവ്. ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. അനുഗ്രഹീതമായ വഴിത്തിരിവുണ്ടായത് 1989-ൽ. ഇതിനെന്ത് കാരണമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളിവിടെ അനാവശ്യം ഒന്നും തന്നെ പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇതിനുശേഷവും നിങ്ങൾക്ക് ഇവിടെ മറുപടി ഉണ്ടാവാം, പടക്കം പൊട്ടിക്കലും ഉണ്ടാവാം. സാമാന്യ മര്യാദയെങ്കിലും പാലിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാമാന്യ മര്യാദ. മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ ജില്ലയാണെങ്കിൽ മിനിമം മാന്യത പുലർത്തേണ്ടതല്ലേ? അതാവശ്യമാണ് മനുഷ്യൻ. പ്രതിപക്ഷ ബഹുമാനവും സാമാന്യ മര്യാദയും മനുഷ്യനുണ്ടായിരിക്കണം. പക്ഷെ അതുപോലും പലപ്പോഴും പുലർത്താറില്ല എന്നതാണ് സത്യം. ഏതായാലും ആവട്ടെ. അപ്പോൾ മുജാഹിദ് ഇവിടെ തഴച്ചു വളരാൻ കാരണം ഈ സമുദായത്തിന്റെ പാർട്ടിമാലമുണ്ടായി. നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ നിരത്തുന്നുള്ളൂ. അനാവശ്യം ഇവിടെ പറയാൻ പോകുന്നില്ല. ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യം പറഞ്ഞുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് ഇസ്ലാമിക സംഘടനക്കുമുള്ള ലക്ഷ്യങ്ങൾ രണ്ട് മാത്രമായിരിക്കണം. ഒന്ന്, ഇബാദത്തിന് അവസരമൊരുക്കുക. ഞാൻ ആവർത്തിക്കുന്നു, ഏത് ഇസ്ലാമിക സംഘടനയുടെയും വിശാലമായ ലക്ഷ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇബാദത്തിന് അവസരമൊരുക്കുക. രണ്ട്, ഇബാദത്തിന് പ്രേരിപ്പിക്കുക. ഇത് രണ്ടും നടക്കുന്നില്ല എങ്കിൽ അത് ഇസ്ലാമിക സംഘടന പ്രവർത്തനമല്ല എന്നുള്ള വിവരം നമുക്കുണ്ടാവണമെന്ന് വിനീതമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളെ 4 പ്രവർത്തകന്മാരെയാണ് കൊല ചെയ്തിരിക്കുന്നത്. പകരം ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്കറിയോ കേരളത്തിലെ ക്രിമിനാലിറ്റി എത്ര വളർന്നറിയങ്ങള്? ഒരാളങ്ങൾക്ക് കൊല്ലണമെന്നുണ്ട് 500 രൂപ അഡ്വാൻസ് കൊടുത്താൽ മതി, ബാക്കി ശവം കണ്ടതിന് ശേഷം കൊടുത്താൽ മതി. അതാ കേരളം. അത്രയും കടുത്ത ക്രിമിനാലിറ്റിയാണ് ഈ നാടിൽ വളരുന്നത്. പക്ഷെ ആരെങ്കിലും ഒരു മൂമിനെ കൽപ്പിച്ചുകൂട്ടി കൊന്നാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ച് വളരുക എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അതുകൊണ്ടാണ് പകരം നടക്കാതെ പോയത്. മനസ്സിലാക്കി നന്നായിരിക്കണം. കുന്നൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകനെ കൊന്നു. അവിടെ അപ്പുറത്ത് മലപ്പുറം മഞ്ചേരിക്കടുത്ത് കൊന്നു. കരുവമ്പയിൽ കൊടുവള്ളിക്കടുത്ത് കൊല നടത്തി. 4 സുന്നി പ്രവർത്തകന്മാരെ കൊന്നില്ലേ സഹോദരന്മാരെ? എന്തിനു വേണ്ടിയായിരുന്നു? ചിന്തിക്കണം. പരലോകത്ത് കൂലി കിട്ടാൻ വേണ്ടിയായിരുന്നോ എന്ന് ഔദ്യോഗിക സമസ്ത എന്ന് പറയുന്ന സമസ്തക്കാര് ചിന്തിക്കണമെന്നാണ് ഇവിടെ വിനീതമായി ഞാൻ പറയാനുള്ളത്. എന്ത് ന്യായീകരണമാണ് ഇത്തരം കൊലക്കുള്ളത് എന്ന് സമുദായത്തോടും ജനങ്ങളോടും പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ലേ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക. അഥവാ ഇബാദത്തിന് പകരം കടുത്ത മഅസിയത്ത്, അതല്ലേ ഇവിടെ നടത്തിയത്? ഇതൊക്കെ ഇസ്ലാമിന്റെയും സമസ്തയുടെയും പേരിലാണ് നടക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സമസ്തയെ ആളുകള് അറബിക്കടലിൽ തള്ളുമെന്നുള്ള വിവരം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് സമസ്തയിൽ വഴിത്തിരിവുണ്ടായത്? അങ്ങനെ കേരളത്തിൽ ആദ്യമായി വഖഫ് ബോർഡ് വന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കുക, വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് ബഹുഭൂരിഭാഗവും മുജാഹിദുകളാണ്. വഖഫ് ബോർഡ് ആരെ കയ്യിലായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ സമുദായ പാർട്ടിയുടെ കയ്യിലായിരുന്നു. പാർട്ടിയുടെ പേര് പറഞ്ഞ് മുജാഹിദുകൾ വഖഫ് ബോർഡിൽ ആകമാനം കയറിക്കൂടി. എത്രയോ പള്ളികൾ തട്ടിയെടുത്തു. കോഴിക്കോട്ട് പാളയത്തെ മൊയ്തീൻ പള്ളി നമ്മുടെ പള്ളിയായിരുന്നു. വഖഫ് ബോർഡിന്റെ സഹായത്തോടെ എത്രയോ പള്ളികളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇത് നഷ്ടപ്പെടാനുണ്ടായ കാരണം ഈ വഖഫ് ബോർഡായിരുന്നു. അതേ സ്ഥാനത്ത് ഇന്നും കേരളത്തിലുള്ള വഖഫുകളിൽ 95% സുന്നി വഖഫുകളാണ് എന്നുള്ള വിവരം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ 95% വഖഫുകളും സുന്നിയായിരിക്കെ വഖഫ് ബോർഡില് ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും ബഹുഭൂരിഭാഗം ഇവരായി അവസാനിച്ചില്ല.
കേരളത്തിലെ അറബി പാഠപുസ്തകങ്ങളിൽ അറബി പഠിക്കുന്നവരിൽ 95% സുന്നികളായിരുന്നു. അത് നിറയെ വഹാബിസം കുത്തിക്കയറ്റി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. ആരെ കയ്യിലായിരുന്നു വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്? എന്നിട്ട് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ ആവശ്യമായ ആയത്തുകളും ഹദീസുകളൊക്കെ കടത്തിക്കൂട്ടിയെന്ന് മാത്രമല്ല, അന്നാറജിയിൽ തേങ്ങ പഠിപ്പിച്ചിട്ട് അതുപോലും മൗലൂദിനെ എടുക്കാനുള്ള ആയുധമാക്കി ഉപയോഗിച്ച്. എങ്ങനെ മൗലവി ക്ലാസ് എടുത്തത്? അന്നാറജിയിലു തേങ്ങയിട്ട് ചിലപ്പോൾ അവര് കുഴക്കാറുണ്ട്. അവര് ചിലപ്പോൾ കുഴക്കാറുള്ളത് മൗലൂദ് യോഗത്തിനാണ്. അവരെന്താ ഓതുന്ന മൗലൂദ് ശിർക്കാണ്. അന്നാറജിയിൽ നിന്നാ തുടങ്ങുന്നത്. ഈ രീതിയിൽ വരെ വഹാബിസം ഇവിടെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, വഹാബികളുടെ മുജാഹിദിന്റെ വളർച്ചയ്ക്ക് ആവശ്യമെന്ന് മാത്രമല്ല, അവരുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ MLA-മാർ അവർ വരാൻ തുടങ്ങി. എല്ലാവർക്കും അറിയുന്ന പരമാർത്ഥമാണ്. ഉടുതുണിയില്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ്. നിഷേധിക്കാൻ ഒരൊറ്റക്കുട്ടിക്കും സാധ്യമല്ല. ഒരാൾ MLA ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ നിങ്ങൾക്കറിയാമല്ലോ, കൊട്ടാരത്തിലും കുത്തും തീട്ടത്തിലും കുത്തുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഉദ്ഘാടനത്തിന് അവരെത്തും. നല്ലത് ഉദ്ഘാടനം ചെയ്യാനും, ഗർഭം ഉദ്ഘാടനം ചെയ്യാനും, ബാർബർ ഷാപ്പ് ഉദ്ഘാടനം ചെയ്യാനും എല്ലാ സ്ഥലത്തും ഇവരെയാണ് വിളിക്കുക. ഏതായാലും ആവട്ടെ, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിരന്തരമായി നടന്നു. പക്ഷേ ഇത് സ്വാത്വികരായ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നവരാണ്. നമ്മളവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് ഭൗതികന്മാർക്കൊക്കെ ചില ചിന്താഗതിയുണ്ട്. അവർ ലോകവിവരമില്ലാത്തവരാണ്, കാര്യങ്ങൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാത്തവരാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരോട് വിനീതമായി എനിക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരെ ഇൽമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. മഹ്ശറയിൽ അല്ലാഹുവിന്റെ അടുത്ത് ഇബാദത്ത് കൊണ്ട് അവർ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പിന്നിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള വിവരം സാധാരണക്കാരായ നമുക്ക് നല്ലതാണ്. ഏതായാലും ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മുജാഹിദ് അങ്ങേയറ്റം സ്വാധീനം ചെലുത്തി എന്ന് മാത്രമല്ല, പെരുന്നാൾ എന്നാകണമെന്ന് മുജാഹിദുകള് സ്വാധീനിക്കുന്ന അവസ്ഥ വരെ കേരളത്തിലുണ്ടായി. എല്ലാവർക്കും അറിയാം, സമജ്ദാർക്കിലെ ഇഷാറ കാഫി. ആ അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായി. അങ്ങനെ വന്ന സമയത്താണ് നിർവാഹനില് സ്വതന്ത്രമായ നമ്മുടെ പ്രവർത്തനത്തിന് നമ്മൾ ഒരുങ്ങിയേ തീരൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വന്യരായ കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവർ പറഞ്ഞ പേരെന്താണ്? സമുദായത്തിന്റെ ഐക്യം തകർത്തു എന്നാണ്. നല്ല വാക്കാണ്. ഞാൻ ചോദിക്കേണ്ട സമയത്തിന്റെ ഐക്യം തകർത്തുക, മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർത്തു എന്നല്ല പറഞ്ഞത്. രാഷ്ട്രീയക്കാരാണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, അമദ ലീഗ് ഇമദ ലീഗ് എന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ, അല്ലേ? അന്ന് തകർന്നോ? പിന്നെ എങ്ങനെ ഒന്നായത് അറിയുന്നത്? EMSന്റെ നാവിൽ നിന്ന് ഷാബാനു കേസിൽ എന്തോ ഒരു വാക്ക് പൊട്ടിപ്പോയി, അപ്പൊ ഒന്നായി പോയതാ. അന്ന് സമുദായത്തിന്റെ ഐക്യം തകർന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് ഐക്യം തകർന്നിട്ടുണ്ടായിരുന്നു. ആലോചിക്കേണ്ടതായിരുന്നു. ഇനി കേട്ടുകൊള്ളുക, ആദർശം മറന്നുകൊണ്ടുള്ള ഐക്യത്തിന്റെ ആവശ്യമില്ല എന്നതാണ് യഥാർത്ഥം. ആദർശമാണ് പ്രധാനം. അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ വേറെ നിങ്ങളോട് പറയാം. ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു സൗഹൃദവേദി രൂപീകരിച്ചു. വാസ്തവത്തിൽ അതിന്റെയും ചരട് വരി എവിടെ നിന്നാണ് നടന്നത് എന്നുള്ള വിവരം വ്യക്തമായി നമുക്കറിയാം. അന്ന് അതിലേക്ക് നാഷണൽ ലീഗുകാരനെ വിളിക്കില്ല, PDPക്കാരനെ വിളിക്കില്ല. അതിൽ പങ്കെടുത്ത് ഞാൻ ചോദിച്ചു, ഇവരൊന്നും ഇവിടെ കാണാത്തത് എന്ന്. അപ്പോൾ അവനവന്റെ താല്പര്യമനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഇവർ നമുക്കെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം നമ്മൾ ഐക്യം തകർക്കുന്നു എന്ന ഒരു അസ്ഹാബുൽ ഐക്യത്ത്. ഇത് പറയാൻ എളുപ്പമാണ്, സത്യസന്ധമായി നമ്മൾ വിശകലനം ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്നായി എടുത്തുധരിക്കാൻ തുടങ്ങി.
അറബി പാഠപുസ്തകത്തിൽ നിങ്ങൾ നോക്കണം. ഈ വന്യരായ കാന്തപുരമേറ്റിയ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നമ്മൾ എവിടെ എത്രമാത്രം നേട്ടമുണ്ടാക്കിയെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിലുണ്ടായ പ്രവണത എന്തായിരുന്നു? നമ്മുടെ പള്ളികൾ നിരന്തരമായി ഓരോന്നോരോന്നായി നഷ്ടപ്പെടുകയായിരുന്നു. പള്ളികൾ നിരന്തരമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഞാൻ ആദ്യമായി നിങ്ങളോട് സൂചിപ്പിച്ചു. ഇങ്ങനെ നിരന്തരം അതിനെയും ഒത്താശ ചെയ്തു കൊടുത്തത് ആരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാം, പാലപ്പറ്റ പള്ളിയുടെ പ്രശ്നം വന്നു. അവിടെയും ബഹളമുണ്ടാക്കി പൂട്ടിച്ചു. മുജാഹിദിന്റെ ചരിത്രത്തില് അവസാനമായി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പാലപ്പറ്റ പള്ളിയായിരുന്നു. പക്ഷേ സുന്നികളുടെ ചുരുക്കിക്കൊണ്ട് പ്രവർത്തനം മൂലം മുജാഹിദിന് തട്ടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു അർത്ഥം. അന്ന് ആ സംഭവം നടന്നപ്പോഴും ഇക്കൂട്ടര് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ചിന്തിക്കണം, നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നിട്ട് അന്ന് പ്രസംഗിച്ചത് എന്താ? നിങ്ങള് ബാബറി മസ്ജിദല്ല ഏറ്റവും വലിയ പ്രശ്നം, പാലപ്പറ്റ പള്ളിയാണ് എന്നാണ്. ഞങ്ങൾ പറഞ്ഞു പാലപ്പറ്റ പള്ളി പ്രശ്നം പറഞ്ഞ് തിരിച്ചിട്ടി. ബാബറി മസ്ജിദിന്റെ സ്ഥിതി എന്താ? വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, വേണം. നമുക്കതിൽ ആരോപണം ബാബരി നമ്മുടെ പാലപ്പറ്റ പള്ളിക്ക് വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പാലപ്പറ്റ ബാബരി മസ്ജിദിനേക്കാളും വലിയ പള്ളി പാലപ്പറ്റ പള്ളിയായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ ആരോപണം ഉന്നയിച്ചു. ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ശക്തിപത്തായി നീങ്ങിയതിന്റെ ഫലമായിട്ട് പാലപ്പറ്റ പള്ളിയോടനുബന്ധിച്ചതിന് ശേഷം ഒരൊറ്റ സുന്നി പള്ളിക്ക് കൈവയ്ക്കാൻ മുജാഹിദിന് ധൈര്യമുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അവസ്ഥാവിശേഷമുണ്ടാക്കിയത് ഈ സുന്നി പ്രസ്ഥാനമായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടനുബന്ധിച്ച് സമഗ്രമായ സുന്നി പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരുന്നു. കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയ വന്നു. കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയ വന്നപ്പോൾ മക്കയിൽ കഅബ അതിന് പകരം ഒരു കഅബ ഉണ്ടാക്കിയല്ലോ. ആ കഅബ എന്തായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നയ്ക്ക് പകരം അതുപോലത്തെ ഒന്ന് വളാഞ്ചേരിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമം നടത്തി. രണ്ടിന്റെയും വളർച്ച ഒന്ന് താരതമ്യം ചെയ്യൂ. രണ്ടിന്റെയും വളർച്ച ഒന്ന് താരതമ്യം ചെയ്യൂ. എന്ത് പറ്റി? കഅബത്തിന് പകരം ഉണ്ടാക്കിയ കഅബ എന്ത് പറ്റി നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ട് കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയ വളർന്നതുപോലെ വളർന്നു വന്നില്ല? ഏറ്റവും വലിയ സ്ഥാപനമാണല്ലോ പട്ടിക്കാട് ജാമിഅ നൂരിയ, നമ്മളൊക്കെ സ്നേഹിച്ച സ്ഥാപനമാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്റെ പിതാവിന്റെ കൂടെ അന്ന് എല്ലാ പരിപാടിക്കും വിനീതനായി ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അന്ന് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവേശത്തോടെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ പങ്കെടുക്കുന്നതിന്റെ എത്ര ശതമാനമാണ് ഇവിടെ പട്ടിക്കാട്ടുണ്ടാവുന്നതെന്ന് നിങ്ങൾ താരതമ്യം ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഒരു സംഘടന ആ സംഘടനയുടെ നേട്ടത്തിന്റെ പട്ടികയാണ് നിരത്തേണ്ടത് എന്ന വിവരമെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അതൊക്കെ നോക്കട്ടെ. കോഴിക്കോട് നഗരം എടുക്കുക നിങ്ങൾ. കോഴിക്കോട് കോർപ്പറേഷനുള്ളിലെ പള്ളിയെപ്പറ്റി വിനീതനായി ഞാൻ സർവേ നടത്തി നോക്കിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ മാത്രം 11 പള്ളിയാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാനെന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു ഒറ്റ പുഴവക്കത്തെ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സ്റ്റേഡിയം പള്ളി, അതിനുശേഷം മർക്കസ് കോംപ്ലക്സിലെ പള്ളി. ഇന്ന് ജുമാക്ക് പഴയ പത്രം വാങ്ങിയിട്ടെങ്കിലും നിൽക്കാനൊരു സ്ഥലം ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന പള്ളി മർക്കസ് കോംപ്ലക്സിലെ പള്ളിയേ ഉള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങൾ എത്ര പള്ളി അവിടെ ഉണ്ടാക്കി, നിങ്ങൾ എത്ര ഉണ്ടാക്കി? കഅബത്തിന് പകരത്തേടെ കഅബ ഉണ്ടാക്കാൻ നിങ്ങൾ. സഹോദര, ചിന്തിക്ക്. ഇസ്ലാമിക പ്രവർത്തനം എന്ത് നടക്കുന്നു എന്നാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. എത്ര പള്ളി നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയക്ക്
അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് ഇവിടെ പ്രവർത്തനം നടക്കുന്നു എന്ന വിവരം നിങ്ങൾ അറിയണം. നിങ്ങൾക്കെന്തേ വാങ്ങാൻ കഴിയാതെ പോകുന്നു നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ എടുത്തു നോക്കുക സഹോദരന്മാരെ. ഇതുപോലെ തന്നെ സമസ്ത സുന്നിയോസിന് പകരമായിട്ട് ഒരു SYSകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര യൂണിറ്റ് ഉണ്ടാകിയാലും എത്ര മെമ്പർമാരുണ്ടാകിയാലും വാസ്തവത്തിൽ പണ്ടാരോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സമസ്ത മൈനസ് സമുദായ രാഷ്ട്രീയം സമം 0. ഇതാ നിങ്ങളുടെ ഇക്വേഷൻ. നിങ്ങൾ മനസ്സിലാക്കണം, അതാ നിങ്ങളുടെ അവസ്ഥ. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളൊന്നായിട്ട് മാർക്സിസ്റ്റുകാരാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മാർക്സിസ്റ്റുകാരെ കൂടെ ആദ്യമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കൂടിയ ആരായിരുന്നു? ഇതറിയില്ല മനുഷ്യന്മാർക്കൊന്നും? അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മാർക്സിസ്റ്റുകാരന്റെ കൂടെ കൂടാൻ പാടില്ല, ഞങ്ങളാരെയും കൂടെ കൂടാൻ തയ്യാറ്. അതേ സ്ഥാനത്ത് ഈ രാഷ്ട്രീയത്തിലെങ്ങാനും ആരെങ്കിലും സജീവമായി കഴിഞ്ഞാൽ ഞാൻ അതിന് കാണുന്ന ഏറ്റവും വലിയ ന്യൂനത ഒന്ന് ഇഖ്ലാസ് നഷ്ടപ്പെടും എന്നതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി പരിശോധിക്കുക. രാഷ്ട്രീയ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് കരുതേണ്ട വിഷയം ഇതാണ്. ഇഖ്ലാസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വിചാരിക്കും വലിയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന്. വാസ്തവത്തിൽ ഏത് അമലും അല്ലാഹു തആല സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്, 2 ഷർത്തുകളുണ്ട്. ഒന്ന് ഈമാൻ ഉണ്ടായിരിക്കുക, 2 ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ഈമാനുണ്ട് എന്നൊക്കെ കാരണം കൊണ്ട് അല്ലാഹു തആല അമൽ സ്വീകരിക്കില്ല. ഇഖ്ലാസ് കൂടി ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് കൂടി ഇല്ല എങ്കിൽ ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊക്കെ തന്നെ ഞാൻ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാൻ തന്നെയാണോ രാഷ്ട്രീയത്തിൽ മെമ്പറായത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, നിങ്ങൾ വിലയിരുത്തേണ്ടത് ഇങ്ങനെയാണ്: ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്താൽ അത് 5-1 ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്താൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന 5 വിധികൾ. ഒരു മുസ്ലിം ചെയ്യുന്ന കാര്യം ഒന്നുകിൽ വാജിബായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് സുന്നത്തായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ഹറാമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് കറാഹത്തായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ജായിസോ ഹലാലോ ആയ കാര്യമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് വാജിബായ കാര്യമാണോ, ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് സുന്നത്തായ കാര്യമാണോ, ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് ഹറാമായ കാര്യമാണോ, ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് കറാഹത്തായ കാര്യമാണോ, ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് ജായിസായ കാര്യമാണോ എന്ന് ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിന്തയോടുകൂടിയാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളിൽ പലരും ചെയ്യുന്ന പല പ്രവർത്തനവും അനിസ്ലാമികമാണ് എന്നും ഹറാമുകളും കറാഹത്തുകളുമാണ് എന്ന് കണ്ടെത്താൻ അധികം പ്രയാസമുണ്ടാവുകയില്ല സഹോദരന്മാർ. വാസ്തവത്തിൽ മുഴുകിയിരിക്കുന്നത് ഇബാദത്തിലല്ല, മാസിയത്തിലാണ്. ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇഖ്ലാസ് ഖൽബിന്റെ ഉള്ളിലാണുള്ളത്. ഞാൻ PDPയുടെ തുടക്കത്തില് സംസ്ഥാന സെക്രട്ടറി. വാസ്തവത്തിൽ സമുദായ രാഷ്ട്രീയത്തിന് ഒരു ബദൽ വരികയാണെങ്കിൽ നടക്കട്ടെ എന്ന നിജത്തോടുകൂടി തന്നെയായിരുന്നു അതിൽ ചേർന്നത്. പക്ഷെ ഞാൻ എന്റെ കാര്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ചില കാര്യങ്ങൾ ഇറങ്ങുമ്പോഴല്ലേ കഥ അറിയുകയുള്ളൂ. പാർട്ടിയിലേക്ക് വന്നപ്പോഴൊന്നും ഞാനിത് എന്റെ ഉദാഹരണത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ അതിന് സംസ്ഥാന സെക്രട്ടറിയായി നിന്നപ്പോൾ ഏതെങ്കിലും PDPക്കാരന് എവിടെയെങ്കിലും എന്തോ പറ്റുകയോ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അസുഖമാവുകയോ ചെയ്താൽ എല്ലാ സ്ഥലത്തും പോകണം. സ്വന്തം കുടുംബത്തിലും അയൽപക്കത്തും സമയത്തിന് നമ്മളുടെ പങ്കെടുക്കലുമില്ല. അത് മനസ്സിലാക്കണം എന്താണ് സംഭവിച്ചത്. ഞാൻ ആലോചിച്ചു,
ഞാൻ എന്തിനാണ് ഈ ലോകത്തുള്ള പീഡിപ്പിക്കാരുടെ സോക്കൾ മുഴുവൻ കാണാൻ പോകുന്നത്? ആഖിറത്തിൽ കൂലി കിട്ടാനാണോ, അല്ല പാർട്ടിക്ക് വോട്ടുണ്ടാക്കാനോ? ഇത് ചിന്തിച്ചപ്പോഴാണ് വലിയൊരു അബദ്ധം ഇതിന്റെ പിന്നാലെ വരാനിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും രാഷ്ട്രീയത്തിന് ആരെങ്കിലും സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഊർജം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന ഒരു കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ വോട്ടിംഗ് പവർ വളരെ പ്രധാനം തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിനെ മുജാഹിദുകൾ എങ്ങനെ സ്വാധീനിച്ചുവോ അതിനെ സ്വാധീനിച്ചുകൊണ്ട് മുജാഹിദ് സിമ്മളെ വളർത്തി അത് സമുദായ പാർട്ടിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രാഷ്ട്രീയ നിരീക്ഷണവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഒരു കാര്യം തീർത്ത് പറയട്ടെ, നമ്മളെ സുന്നിയിൽപ്പെട്ട വഖഫ് ബോർഡിലേക്ക് മെമ്പറാക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിനീതനായ ഞാൻ വഖഫ് ബോർഡിലെ മെമ്പറായിരുന്നു. ടി.കെ. ഹംസ സാഹിബ് അധികാരത്തിലുള്ള സമയത്താണ് നമ്മുടെ വിഭാഗത്തിനൊരു മെമ്പർ സ്ഥാനം അനുവദിച്ചു കിട്ടിയത് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവണം. അറബി പാഠപുസ്തകത്തിൽ വഹാബിസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയമിച്ചിട്ട് കാന്തപുരം എ.പി. മുസ്ലിയാരെ ചെയർമാനും മഞ്ഞരാൾ കെ.എൻ. റഹീം സാഹിബിനെയും ഈ വിനീതനെയും അറബി പാഠപുസ്തകം പരിശോധിക്കാനുള്ള കമ്മിറ്റിയിലേക്ക് എടുത്തത് ടി.കെ. ഹംസ സാഹിബിന്റെ കാലഘട്ടത്തിലായിരുന്നു. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടിയാണ് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവണം. എങ്കിൽ ഞാൻ നിങ്ങളൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, രാഷ്ട്രീയ നയത്തിൽ നിങ്ങൾ ഉറച്ചു പറയുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു കാലത്തും കൂടിയിട്ടില്ല, ഇനി കൂടാനും തയ്യാറില്ല എന്ന് ഉറച്ചൊരു ഫത്വ തരാൻ ഈ സമസ്തക്ക് കഴിയുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഉണ്ടെങ്കിൽ പറയാൻ തയ്യാറുണ്ടോ നിങ്ങള്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സിദ്ധാന്തം അവസരവാദമാണ്. ഒന്നാം തരം അവസരവാദം. ഞങ്ങൾക്ക് അരിവാൾ സുന്നി എന്ന പേര് മാത്രമൊന്നുമല്ല കിട്ടിയത്. ആദ്യം നിങ്ങളെ കൊണ്ടുള്ള ഗുൽമ സഹിക്കാതെ വന്നപ്പോ ചെയ്തു പോയതാ. മനസ്സിലാക്കണം. ചേര കടിക്കാത്ത പാമ്പാ, പക്ഷെ എറിഞ്ഞു നോക്കി കൊത്തുകിട്ടീന്ന് വരൂ. ഒലിവ് ചെയ്താൽ നിങ്ങൾ അതിന് മാത്രം ഒലിവ് ചെയ്തു. ഞങ്ങൾ വോട്ടുകളോട് ചോദിച്ചിട്ടുമില്ല, പിന്നെ ഞങ്ങൾ തരുന്നത് അതിന്റെ ആവശ്യം എന്താ? അപ്പോൾ നിങ്ങളൊന്ന് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും തോറ്റു. ഇത് സംഭവമായിരുന്നു സഹോദരന്മാരെ. അത് കഴിഞ്ഞ് പിന്നീട് കരുണാകരന് വയനാട്ടിലേക്ക് പോകുമ്പോൾ അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പേര് നിങ്ങൾ ഞങ്ങൾ തന്ന പേരെന്താണ്? അരിവാൾ സുന്നി. കോട്ടക്കലോ മറ്റോ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? കാന്തപുരത്തിന്റെ മയ്യത്ത് നായനാരുടെ നെഞ്ഞത്ത് വിളിച്ച മുദ്രാവാക്യമാണ്. മറക്കണ്ട നിങ്ങൾ. എത്ര നികഷ്ടമായിരുന്നു മുദ്രാവാക്യം. രാഷ്ട്രീയത്തിന് നീതിബോധമില്ലേ, മര്യാദയുമില്ല എന്നുള്ള വിവരം നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റപ്പെട്ട നല്ല മനുഷ്യന്മാരുണ്ട്, ഒഴിവാക്കിയേക്കും. അറബിയിൽ ഉസ്താദുമാര് പറയാറുണ്ട്, മാമിൻ ആമിനില്ല ഖദ് ഖുസ. ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും എവരി ജനറൽ റൂൾ ആസ് എക്സംഷൻസ്. ഒറ്റപ്പെട്ട സാലിഹ്യങ്ങളുണ്ട്, വിട്ടാളി. അതേ എനിക്ക് പറയാറുള്ളൂ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഒന്നായിട്ട് മാർക്സിസ്റ്റായി ആക്ഷേപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നട്ടമൊന്നും വരാനില്ല എന്ന് നിങ്ങൾ ഓർത്തുന്നു. അത് കഴിഞ്ഞ് കരുണാകരൻ ഒന്നാ വൈക്ക് പോയപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊരു പേര് തന്നു. നിങ്ങൾ കൈപ്പത്തി സുന്നിയാണ്. ഞങ്ങൾ അത് ഏറ്റെടുത്തു. പിന്നെ വന്നപ്പം ദേവഗൌഡ മർക്കസിൽ വന്നു. CM ഇബ്രാഹിം സാഹിബ് ദേവഗൌഡയെ അവിടെ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾക്ക് തന്ന പേരെന്താണ്? ഗൗഡസുന്നി. ഞങ്ങൾ അത് ഏറ്റെടുത്തു. അതിനുശേഷം പിന്നെ BJPയുടെ ചില നേതാക്കന്മാർ മർക്കസിൽ വന്നു. അന്ന് ഞങ്ങൾക്ക് തന്ന പേരെന്താണ്? താമരസുന്നി.
ഇതൊക്കെ നിങ്ങൾ നമുക്ക് തന്ന പേരല്ലേ? ഇതൊക്കെ നിങ്ങൾ നമുക്ക് തന്ന പേരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്തിനാ അരിവാൾമ മാത്രം നിൽക്കുന്നത്? പക്ഷെ ഞങ്ങളും ആലോചിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയം വലിയൊരു വശക്കിണിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെന്ത് വേണ്ട? രാഷ്ട്രീയം വിജയിക്കാൻ മഗ്‌രിബ് ഖളാഅത്തി പ്രകടനം നടത്തണ്ട, അല്ലാതെ തന്നെ നടക്കണം കാര്യം. തെറിപ്രസംഗം നടത്തണ്ട, അല്ലാതെ തന്നെ നടക്കണം കാര്യം. ഇസ്ലാമിന്റെ പാർട്ടിയാണെങ്കിൽ മറ്റ് പാർട്ടിക്കാരനെന്തും ചെയ്യാം, ഇസ്ലാമിന്റെ പാർട്ടിക്ക് അത് പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നീങ്ങുന്നതും. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണെന്നറിയുന്നത്? ചില അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ കാന്തപുരം സുന്നികൾക്ക് കഴിയുമെന്നുള്ള വിവരം നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് പോയേ. മനസ്സിലാക്കണം നിങ്ങൾ, അതിന് കഴിവുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഇപ്പം നിലവിലുള്ള വഖഫ് ബോർഡ് നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ. ഞാനീ പറയുന്ന പ്രസംഗത്തിൽ എന്തെങ്കിലും അനീതിയുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ കടലാസ് കൊടുത്തയക്കി മറുപടി അറിഞ്ഞിട്ട് ഞാൻ പോകുന്നു. പോയതിന് ശേഷം മൂപ്പരായാലും ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ മറുപടി അറിയാൻ അത് ഞാൻ തന്നെ മറുപടി പറഞ്ഞുകൊള്ളാം. ഇപ്പൊ ഒരു വഖഫ് ബോർഡ് നിലനിൽക്കുന്നുണ്ടല്ലോ. മുജാഹിദിന്റെ 2 ഗ്രൂപ്പിനും നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തില്ലേ? ആലോചിക്കൂ, എന്ത് നീതീകരണമാണ് നിങ്ങൾക്കുള്ളത്? കാന്തപുരം വിഭാഗത്തിന് ഒരു മെമ്പർഷിപ്പ് പോലും നിങ്ങൾ തന്നോ? ഇത് നീതിയാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭരണാധികാരിക്കുണ്ടായിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഗുണം അറിയൂലെങ്കിൽ പഠിച്ചോളി. 1 ബുദ്ധിമാനായിരിക്കുക, 2 നീതിമാനായിരിക്കുക. ഇന്ന് ഭരിക്കുന്നവർക്കും ഭൂരിഭാഗത്തിനും ഈ 2 സിഫത്തോട്ടില്ലാണ്. ജയിലല്ലേ നോമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്? ഭരണാധികാരിക്കുണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങൾ ഇതാണ്. 1 നീതിമാനായിരിക്കണം, 2 ബുദ്ധിമാനുമായിരിക്കണം. ആ 2 ഗുണങ്ങളുമുള്ളവരാണ് ഭരിക്കേണ്ടത് എന്ന വിവരം നമുക്ക് വേണം. അതില്ലാത്തവർ ഭരിച്ചാൽ അപകടം വരും എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുന, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് അധികാരം കൊടുക്കരുത് എന്ന് ദുആക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അതന്നെയാണ് ഞങ്ങളുടെ ദുആ. ഇപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരുത്തരി അധികാരത്തിലെത്തില്ല പടച്ചോനെ. നബി പറഞ്ഞതാ, ഞങ്ങൾ കേട്ടതാ. അതിനപ്പുറമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലേ? വിവരം നിങ്ങൾക്ക് വേണം. നിങ്ങൾ അധികാരത്തിലേറിയാൽ നിങ്ങൾ നീതി കാണിക്കില്ല. ഭരണാധികാരികൾക്കുണ്ടായിരിക്കേണ്ട ഗുണം നിങ്ങൾ കാണിക്കുന്നില്ല. സ്വന്തം കാര്യത്തിന് ആയത്തും ഹദീസും ഓതികൾ പ്രസംഗിക്കും, അതിനപ്പുറമൊന്നും നിങ്ങൾ ചെയ്യാറില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്രസംഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മള് സുന്നത്ത് ജമാഅത്തിൽ അണിനിരന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, ഇബാദത്ത് വർദ്ധിക്കാൻ വേണ്ടിയാണ്, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, വിജയ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടിയാണ് നമ്മളൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ അണിനിരന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ വളർച്ച നോക്കൂ. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ വളർച്ച എവിടെയാണ് എത്തി നിൽക്കുന്നത്? നിങ്ങളെ SKSSFന്റെ വളർച്ച എവിടെയാണ് എത്തി നിൽക്കുന്നത്? എന്തേ വളരാറ്റ്? എന്തുകൊണ്ട് വളരുന്നില്ല? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ വളരാതെ പോയത് എന്ന്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള രീതികളാണ് നിങ്ങൾ പഠിച്ചു വരുന്നത്. മൊത്തത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഇഖ്ലാസ് ഉണ്ടാവാനുള്ള സാധ്യത പൊതുവിൽ കുറവാണ്. ഒറ്റപ്പെട്ട നല്ലവരുടെ ഒഴിവാക്കി കാണിക്കുക. ഒറ്റപ്പെട്ട എന്താണ് അതിന്റെ പിന്നിലെ ഇഖ്ലാസ്? ഇതാ അവർ ചോദിക്കേണ്ടത്. അതേ സ്ഥാനത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ വോട്ടിംഗ് പവറും നമുക്ക് എന്ത് വേണം? സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിച്ചേ തീരൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
അതേ സ്ഥാനത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രചാരകന്മാര് ഞങ്ങളല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തു പറയാവുന്നതാണ്? പറയുന്നത് തടുക്കാൻ നമുക്കിട്ട് കഴിയുകയുമില്ല. ആർക്കും രാഷ്ട്രീയക്കാരനെന്തും പറയാലോ, എന്ത് പറയുന്നതിനും വിരോധമില്ല. രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം ഇത് മാറ്റിപ്പറയുകയും ചെയ്യും. ഈ അവസ്ഥയാണുള്ളത്. ഏതായാലും സഹോദരന്മാരെ, മറ്റൊരു ഇവിടെ പ്രസംഗത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒരു പൊതുവാദിയായി, മിതവാദിയായി, ഖുർആനിന്റെ സന്ദേശമൊക്കെ കോഴിക്കോട്ടൊക്കെ വന്ന് മിതമായി അവതരിപ്പിക്കാനുള്ള മനുഷ്യൻ ഇവിടുന്ന് ഒന്നാം തരം കോമരം തുള്ളൽ നടത്തിയെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതോടുകൂടി നിങ്ങൾ മിതവാദിയല്ല, പക്കാ തീവ്രവാദിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒരിക്കൽ എന്റെ ഭാര്യ പറഞ്ഞു, കോഴിക്കോട്ട് ബേബി മോറിന്റെ ഇട്ടിട്ടാണ് പന്തലിട്ടിട്ട് നടക്കൽ. പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ, നല്ല പ്രസംഗമാണ്. ഞാൻ പറഞ്ഞു, പാലെടുത്തി നിന്നോ. പൊതുവിലാണ്, മാന്യനാണ്, എതിർപ്പൊന്നും പറയുന്നില്ല എന്നായിരുന്നു അവിടെ പ്രചരിപ്പിച്ചത്. വാസ്തവത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇവിടുന്ന് നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തില് മിതവാദവും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തികച്ചും കാന്തപുരത്തെ എതിർക്കാൻ പോലും പ്രഭാഷണത്തിലെ സമയം ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്ത് നമുക്ക് ഒരു പാർട്ടിയെയും, അത് സുന്നത്ത് ജമാഅത്താണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെണ്ണുങ്ങളുണ്ട്. ഒന്ന് സിയാസ, അതാ ഒരു പെണ്ണിന്റെ പേര്, രാഷ്ട്രീയ. മറ്റൊരു വേറൊന്ന് ദിയാന, രണ്ട് പെണ്ണുങ്ങളെ പേരാ. ഈ രണ്ടിനും നടുക്കുന്നിങ്ങനെ അവിടെയല്ല വടിയല്ല, അവിടെയല്ല വടിയല്ല, അതങ്ങനെ പോവാ. രണ്ട് പെണ്ണുണ്ടായാലും എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ? നീതി പുലർത്താൻ കഴിയുന്നവർ ചുരുക്കമായിരിക്കും. ഇതാ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡ് ചെയ്ത് പോകുന്ന പ്രശ്നമില്ല. നമ്മൾ 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, നമ്മളെ ഫോക്കസിംഗ് നടക്കുന്നത് സുന്നത്ത് ജമാഅത്തിൽ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്ത് എന്ന ബിന്ദുവിൽ നമ്മുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അത്ഭുതകരമായ വളർച്ച റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമുക്ക് തന്നു. മുമ്പ് സമസ്തയുടെ ഏതാണ്ട് വൈത്തിരിവിന്റെ കാലഘട്ടത്തിൽ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ല ഉരുക്കുകോട്ടയാണ് എന്നാ പറഞ്ഞത്. പക്ഷേ ഉരുക്കുകോട്ട മഞ്ഞുമലയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ അസംബ്ലിയിൽ കണ്ടത്. എന്നാ പഠിക്കും, സൈക്കിൾ വന്ന് വീണ കടയാ, വീണില്ല. മനസ്സിലാക്കണം. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. കാരന്തൂർ മർക്കസ് സഖാവത്ത് സുന്നിയ എന്ന് വന്നതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര സ്ഥാപനങ്ങൾ വന്നു സഹോദരന്മാരെ, എത്ര കോംപ്ലക്സുകൾ വന്നു. ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സംഘടന വളരാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഞാൻ ലോകത്തിൽ നിങ്ങളോട് പറയാം, ഏതെങ്കിലും പ്രസ്ഥാനം വളരണമെന്നുണ്ടെങ്കിൽ ജനവികാരം പിടിച്ചു പറ്റിയ, ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റിയ, കഴിവുള്ള സിംഗിൾ ലീഡറുള്ള പ്രസ്ഥാനത്തിന് മാത്രമേ വളരാൻ കഴിയൂ. നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ വികാരം പിടിച്ചു പറ്റി ആദരിക്കപ്പെടുന്ന നേതാവ് ഒരാളെ പറയും, രുചിയറിഞ്ഞുകൂടിയുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറയില്ല. ലോകം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കുക, ജനവികാരം പിടിച്ചു പറ്റിയ, ആദരവ് പിടിച്ചു പറ്റിയ, അത് ആത്മാർത്ഥതയോടെ വേണം. അത് മനസ്സിലാക്കി. മുദ്രാവാക്യം പോരാ. മുദ്രാവാക്യങ്ങൾ കണ്ടില്ലേ? അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പിന്തുണ പ്രഖ്യാപിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഫുലാനുബിന് ഫുലാനെ ധീരതയോടെ നയിച്ചോളൂ, കോടിക്കണക്കിന് കട്ടാലൂ. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് മനുഷ്യന്മാര്. അബ്ബുലിയല്ല പറഞ്ഞു. പിന്നെ അത് ഇഖ്ലാസിന്റെ വിളിയല്ല, അതിവിടെ നടക്കുന്നതാ. അത് ഇഖ്ലാസിന്റെ വിളിയല്ല. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ടാവണം. അങ്ങനത്തെ നേതൃത്വത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടന കാന്തപുരം APM മുസ്ലിയാർ നേതൃത്വം നൽകുന്നതാണ് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതല്ല.
ജനം സമ്മതിക്കാൻ തുടങ്ങി. എലക്ഷൻ വരുമ്പോ എല്ലാ പാർട്ടിക്കാരും കാന്തപുരത്തെ തരിക, മാർക്കസിന്റെ തേക്കിന്റെ തൊട്ടിലിരിക്കുക എല്ലാരും വന്നിട്ട്. പിന്നെ ഇയാളെ പുസ്തകപ്പെടാ വരിക, പുസ്തകപ്പെടാ വരിക. എവിടെയാണ് അവസ്ഥ എത്തി നിൽക്കുന്നത് സഹോദരൻ? ഇത് വെറുതെയല്ല. വന്യരായ കാട്ടമുഖ മുസ്താദിന്റെ വിരൽത്തുമ്പിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുണ്ട് എന്നതാണ് സത്യം. അത് നിഷേധിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. പക്ഷേ അത് ഞങ്ങളുടെ പ്രസ്ഥാനം വളരെ തക്ക രീതിയിൽ ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ 400 അരിവാട് എന്ന് പറഞ്ഞാൽ മർഹബ അഹ്ലൻ വസഹ്ല. നമുക്ക് വിരോധമില്ല, ഞങ്ങൾക്കതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെക്കാളും ബുദ്ധിപൂർവമാണ് ഞങ്ങൾ പെരുമാറുന്നത് എന്ന ബുദ്ധി നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളെ മാതിരിയുള്ള ഉപരിപ്രവതയിലല്ല ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. ഞങ്ങൾ വളരെയധികം ചിന്തിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിവുള്ള പ്രസംഗികന്മാരെ നിങ്ങൾ എടുത്തു നോക്കുക. ഏതെങ്കിലും ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ഒരൊറ്റ പ്രസംഗികൻ കൂട്ടത്തിലുണ്ട്. പറയൊന്നുണ്ടോ? ഇല്ല. ഞാൻ മനസ്സിലാക്കേണ്ടത്, പ്രസ്ഥാനം വളരണമെങ്കിൽ വാചാലതയുള്ള കഴിവുള്ള പ്രസംഗികന്മാര് വേണം. അന്യരായ പേരോളിൽ പോലുള്ള പ്രസംഗികന്മാരുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ്. മനസ്സിലാക്കണം. ഞങ്ങളിവിടെ മുഖാമുഖം നടത്തി. നിങ്ങളെന്താ നടത്തത്? നിങ്ങൾ പിൻമുഖം, മുഖാമുഖം. എന്തേ നിങ്ങൾക്ക് നടത്താൻ കഴിയാത്തത്? അതിന് ബുദ്ധിയുള്ളവര്, കഴിവുള്ളവര് വേണം. അങ്ങനത്തെ ആരുമെന്തേ മറ്റു സ്ഥലത്തുനിന്നും ഇറങ്ങി വരാത്തത്? ആലോചിക്കേണ്ടതാണ് ഇത് വിഷയം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ടാണ്. സമുദായ രാഷ്ട്രീയ പാർട്ടി സുന്നത്ത് ജമാഅത്തിനെ തളർത്തും വിധം നയപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ തളർത്തും വിധമാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞങ്ങളുടെ നയം തുടരുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് തൗബ ചെയ്യലാണ് നല്ലത് എന്നാണ് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. നല്ല ബുദ്ധി അള്ളാഹ് തന്നിണെങ്കിൽ, ഇല്ല എങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ നാം ഉറച്ചു നിൽക്കും. ആരോപണങ്ങൾ ധാരാളമായി ഉണ്ടാകും. രാഷ്ട്രീയത്തില് സ്വാഭാവികം മാത്രമാണ്. രാഷ്ട്രീയത്തിലെ കക്ഷികൾ മാറുന്നത് കണ്ടില്ല രാഷ്ട്രീയക്കാര് പറയുന്നത് എന്താണ്? ആ കക്ഷിയുമായി കൂട്ടുകൂടുന്ന പ്രശ്നമേ ഇല്ല എന്ന് രാവിലെ പറയും. പിറ്റേന്ന് രാവിലെ കേൾക്കാം ആ പാർട്ടിയുമായി രാത്രി അവിഹിത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന്. അതാണ് ആദർശം നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അത്രയും ആദർശമുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് എങ്ങനെ ആദർശം മാറില്ല രാഷ്ട്രീയത്തിൽ? ചിന്തിക്കേണ്ട വിഷയമല്ലേ അത്? ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്ത പണി എന്താണ്? നിങ്ങൾ നേതാക്കന്മാരെ ഇകയറ്റുകയും താഴ്ത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ മറ്റൊരു രീതി. ചേകനൂരിന്റെ ഒരു കേസ് പറയുന്നു. ചേകനൂർ ഇപ്പോഴും ഇസ്രായേലിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തോ ചാരപ്പണി നടത്താൻ വേണ്ടി ഓരോട് പൈസ വാങ്ങി അത് നാട്ടിലപ്പോൾ കൊണ്ടുപോയി എന്നാണ് നമ്മളെ സുന്നി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അങ്ങനെ പിന്നെ കുന്നുമ്പം നിബിളിന് മാന്തിട്ട് വല്ല കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടായത് മണ്ണ് മാന്തണ JCBക്ക് ചേകനൂരിൽ നിന്നൊരു പര്യായം കൂടി കിട്ടിയെന്നല്ല. അതിലപ്പുറം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അക്കേസ് പറഞ്ഞ് അതും നിരന്തരമായി നമ്മുടെ പിന്നാലെ കൊണ്ടുവന്നു. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് കഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് അദ്ദേഹത്തെ അതിൽ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു. ഇവരൊക്കെ ഇങ്ങനെ കാത്തിക്കായിരുന്നു, കാന്തപുരം പ്രതിയായി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? എന്ത് സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമനുസരിച്ച് വിധിക്കാനുള്ള ബുദ്ധി
ജഡ്ജിന്റെ തലയിൽ ഇട്ടുകൊടുക്കും. അതാ സംഭവിച്ചത്. നേതാക്കന്മാരെ മറ്റൊന്നെന്താ ചെയ്തറിയുന്നത്? വളർന്നു വരുന്ന നേതാക്കന്മാരെ താഴ്ത്തുക എന്നത് ലോകത്ത് മുഴുവനും നടക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ ഗൂഢാലോചനയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കഴിവുള്ള മുസ്ലിം ലീഡേഴ്സ് എവിടെ വളർന്നു വരുന്നുവോ അവരെ നശിപ്പിക്കുക എന്നത് ഒരു ആന്റി മുസ്ലിം അജണ്ടയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സദ്ദാം ഹുസൈൻ. അമേരിക്കക്കാരനെ പേടിക്കേണ്ട ഒരൊറ്റ മനുഷ്യനാ ലോകത്തുണ്ടായത് സദ്ദാം ഹുസൈൻ. കൊന്നതാരാ? അമേരിക്കക്കാരനാ കൊന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ അബ്ദുൽ നാസർ മഅദനി ഒരു ഒരുപാട് ചലനം പ്രത്യേകിച്ച് തെക്കൻ ഭാഗത്തുണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തെ എന്താക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ എന്റെ മാത്രം അഭിപ്രായം പറയുകയില്ല. ഏതാനും കൊല്ലം മുമ്പ് എറണാകുളത്ത് വെച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വലിയൊരു യോഗം നടത്തിയിട്ടുണ്ടായി. അതില് നമ്മുടെ വിഭാഗത്തിന്റെ പ്രതിനിധിയായി പോയത് ഈ വിനീതനായ ഞാനായിരുന്നു. അന്നത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് അഹമ്മദിയായിരുന്നു പ്രധാന പ്രഭാഷണം നടത്തിയത്. അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ തത്വശാസ്ത്രപരമായ ഒരു പോയിന്റ് പറയുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മുസ്ലിം നേതാവ് വളർന്നു വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ആ നേതാവിനെ പിടിച്ച് താഴോട്ടിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ഒരു ഉദാഹരണ സഹിതം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെറിയ ഒരു ടിൻ പാത്രത്തിൽ കുറച്ച് ഞണ്ടിനെ പിടിച്ചിടുക, കുറച്ച് ഞണ്ടിനെ പിടിച്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുറേയധികം ഞണ്ടുകൾ ഞങ്ങളെ മുക്കം ഭാഗത്ത് പറയും അഴുക്ക് എന്ന് പറയും, ഒരു ടിന്ന് അതിലിട്ടാല് ഓരോ ഞണ്ട് മുകളിലോട്ട് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഒരു ഞണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ബാക്കിയുള്ള ഞണ്ട് ഇതിനെ തീപ്പെട്ടി പിടിച്ച് വെച്ച് തള്ളി. അപ്പൊ ആ സാധു വീണ് പിന്നെ പുളിച്ചു വെച്ചാൽ മെല്ലെ കയറാൻ നോക്കും. അപ്പൊ ബാക്കിയുള്ള പുളി പിടിച്ച് തള്ളു. ചുരുക്കത്തിൽ ഒരു ഞണ്ടും കഴിച്ചിലാവില്ല എന്ന മാതിരി ഒരു നേതാവ് വളർന്നവരാണ് ബാക്കിയുള്ള പുളി പിടിച്ച ആളെ പിടിച്ചിട്ട് തീപ്പെട്ടിടും. ഇതിൽ ഇദ്ദേഹം പറഞ്ഞു ക്രാബ് സൈക്കോളജി, ഞണ്ടിന്റെ മനഃശാസ്ത്രം. ക്രാബ് തന്നെ ഞണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്നതിനൊക്കെ വാക്ക് പഠിച്ചത്. ക്രാബ് സൈക്കോളജി. ഇപ്പൊ കാന്തപുരം ഉയർന്നു പോവുകയാണ്. അദ്ദേഹത്തെ അടച്ച് താഴ്ത്തിടാൻ ആദ്യം തുടങ്ങി നിങ്ങളെ ഈ റൂട്ടിൽ അരീക്കാട് പള്ളി, അത് കഴിഞ്ഞിട്ട് കുവൈത്ത് കര, അത് കഴിഞ്ഞിട്ട് വേറെന്തോ, ഇങ്ങനെ നിരന്തരം അതിന്റെ ഇടയിൽ ചേകൻ, ഇങ്ങനെ ഓരോ ബലാവ് മുസീബത്ത്. പക്ഷേ കാന്തപുരത്തൊക്കെ തട്ടിയൊരൊറ്റ മാറ്റല. നിരന്തരമായി കാന്തപുരത്തെ തകർക്കാനുള്ള ശ്രമം ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു പരിധിവരെ അസൂയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുകൂടി പറയാം. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ മറ്റെങ്ങോട്ടും പോകണ്ട. മേൽത്തുറയിലെ സലാത്ത് നഗറിലേക്ക് മാത്രം പോയാൽ മതി. അവിടെ അപ്പുറത്ത് ചെറിയൊരു ദർശു നടത്തിക്കൊണ്ടിരിക്കുന്ന വന്യരായ ഖലീൽ തങ്ങളെ പിരിച്ചുവിട്ടു. തങ്ങളന്ന് കാണിച്ച ഇഖ്ലാസ് ഇന്നും എനിക്കറിയാം. അങ്ങനെ ഞാൻ എന്റെ മാസികയിൽ ലേഖനം എഴുതാൻ വേണ്ടി ഒരു പ്രതിനിധിയെ തങ്ങളടുത്തേക്ക് അയച്ചു. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു തന്നാൽ എനിക്കതൊരു ലേഖനമാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് തങ്ങളടുത്തേക്ക് അയച്ചപ്പോ മുഖ്ലിസായ തങ്ങൾ പറഞ്ഞതെന്താണ്, അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പൊ ഒന്നും എഴുതണ്ട, അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോഴും ഓർമ്മ എഴുതിയൂല. മനസ്സിലായില്ലേ? വാസ്തവത്തിൽ അതിന്റെ ശേഷം എന്തായി? ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന വലിയൊരു ഇസ്ലാമിക സമുച്ചയം ഇവിടെ വന്നു. ഏതുവരെ വളർന്നു? മേൽമുറി സലാത്ത് നഗർ കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള പത്രമായ മനോരമക്കാരൻ സലാത്ത് സ്പെഷ്യൽ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ ഒക്കെ വലിയ വളർച്ച വരുമ്പോൾ ആർക്കോ ചിലർക്കൊക്കെ ചെറിയ വിഷമുണ്ടായി പോകുന്നുവെങ്കിൽ സ്വാഭാവികം മാത്രമാണ്, വെറും സ്വാഭാവികം മാത്രമാണ്. അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വളർന്ന് എവിടെ എത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട്
നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കുക, നമ്മുടെ സകല കഴിവുകളും, നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ഊർജം, ആവശ്യമാകുന്ന സമയത്ത് നമ്മുടെ വോട്ടിംഗ് പവർ, ഇത് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പ്രതിജ്ഞയെടുങ്ങി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനീതന് വേണ്ടി നിങ്ങൾ ദുആ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.